ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബനാറസി സിൽക്കിൻ്റെ ഒരു സൽവാർ മെറ്റീരിയൽ കളക്ഷൻസ് ആണ്. അതിൽ ആദ്യത്തെ ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഫ്രണ്ട് ഫുൾ കുഞ്ഞു കുഞ്ഞു ബൂട്ട വർക്കാണ്, ചെറിയ ഫ്ലവറിൻ്റെ ബൂട്ടാസിൻ്റെ വർക്കാണ് ഫ്രണ്ട് പോർഷൻ ഫുള്ള് ബോഡിയിൽ വരുന്നത്. ആ ഫ്ലവർ വർക്കാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു നല്ല കുഞ്ഞ് ചെറിയ ഒരു 7 നോട്ട്സ് വരുന്ന പോലത്തെ ഒരു കുഞ്ഞ് ഡോട്ട്സ് വരുന്ന പോലത്തെ ഒരു കൊച്ചു ഫ്ലവർ. എന്നിട്ട് ഏറ്റവും ബോർഡറിലായിട്ട് ടോപ്പിൻ്റെ ഏറ്റവും ബോർഡറിൽ ഒരു ജാൾ ഡിസൈൻ പോലത്തെ ഒരു ഫ്ലവറിൻ്റെ കസവ് ബോർഡറാണ് പോയേക്കുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരും. പിന്നെ ഇത് റണ്ണിങ് ആയിട്ട് ബാക്ക് പോർഷൻ്റെ റണ്ണിങ് ആയിട്ടാണ് സ്ലീവ്സിൻ്റെ മെറ്റീരിയൽ പോയേക്കുന്നത്. ഇതാണ് സ്ലീവ്സിൻ്റെ ബോർഡറായിട്ട് ഈ ഒരു കസവ് ആ ഒരു വീവിങ്ങും വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ വന്നേക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ട് 2 സൈഡും ബോർഡറും ദുപ്പട്ടയുടെ ബോഡിയിൽ ഫുള്ള് ഈ കുഞ്ഞ് ബൂട്ട വർക്കും ഈ ഒരു കോർണറായിട്ട് ആ ഒരു ഫ്ലവർ ഡിസൈൻ ഇച്ചിരി കൂടെ ഹെവി ആയിട്ട് ദുപ്പട്ടയുടെ ബോർഡറിലും വന്നേക്കുന്നു. 2 സൈഡും ബോർഡറിൽ ഈ ഒരു കോർണറായിട്ട് ഇങ്ങനെ നിൽക്കും സെറ്റ്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം ഷെയ്ഡ് തന്നെ സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടം. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2150. ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. അടുത്തത് വരുന്നത് ഒരു പീച്ചിൻ്റെ ഒക്കെ ഒത്തിരി ലൈറ്റായിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. പീച്ചൊന്നും പറയാൻ പറ്റില്ല, ഒരു ക്രീം ഷെയ്ഡൂടെ ഒക്കെ ചേർന്ന് വരുന്ന പോലത്തെ ഒരു ഷെയ്ഡ്. അതിലും സെയിം തന്നെ ഈ ഒരു ഫ്രണ്ട് ഫുള്ള് ബൂട്ട വർക്കും ബോർഡറിൽ ആ ഒരു ജാൽ ഡിസൈൻ ബോർഡറായിട്ട് കൊടുത്തേക്കുന്നത്. അഥവാ ഇപ്പം നമുക്ക് ആ ഒരു ബോർഡർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാലും നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിൽ മെറ്റീരിയലിന്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടും സ്ലീവ്സ് റണ്ണിങ് ആയിട്ട് തന്നെ സ്ലീവ്സിൻ്റെ ബോർഡർ. പിന്നെ ഈ ഒരു ബോർഡർ വേണമെങ്കിൽ ബാക്ക് യോക്കായിട്ട് കൊടുക്കണേലും ഒക്കെ കൊടുക്കാം. കണ്ടിതാ ഈ ഒരു ബോർഡർ കൊടുക്കണേൽ. ദുപ്പട്ട സെയിം ഷെയ്ഡിൽ തന്നെ ഇങ്ങനെ വരും. ഈ ഷെയ്ഡ് നല്ല ഒരു ഷെയ്ഡാണ്. പീച്ചെന്ന് വെച്ചാൽ ലൈറ്റ് പീച്ചെന്ന് ഉദ്ദേശിച്ച് ഇങ്ങനെ വരും. സെയിം തന്നെ സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടം. ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ വരും. ഈ ഷെയ്ഡ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ കളർ ഷെയ്ഡ് മാത്രമേ മാറുന്നുള്ളൂ. ഷോൾ ആണെങ്കിലും നമുക്ക് 1 സൈഡായിട്ട് ഇടാനാണെങ്കിലും നല്ല ലെങ്ത് ഉണ്ട്. 2 സൈഡായിട്ട് ഇടാനാണെങ്കിലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന പോലെ സിൽക്ക് ഷോൾ ആയതുകൊണ്ട് നമുക്ക് വീതി കൂടുതലൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാം. സെയിം തന്നെ സാൻഡൂൺ സിൽക്ക് ബോട്ടം വരുന്നു ഈ ഒരു ഷെയ്ഡ്. അടുത്ത ഇനിയൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്, ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. നമ്മൾ ഇതുവരെയും ചെയ്യാത്ത ഷെയ്ഡ്സൊക്കെയാണ്. ഇങ്ങനെ വരും. ഇത് അതിൻ്റെ ഷോള് ഇങ്ങനെ നിൽക്കും. നല്ല ഒരു സിൽക്ക് ഫിനിഷിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ്. നന്നായിട്ട് സോഫ്റ്റ് തന്നെയാണ്, ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെ. ഒത്തിരി ഇങ്ങനെ സ്റ്റിഫായിട്ടൊന്നും നിൽക്കുകയല്ല, സോഫ്റ്റായിട്ട് തന്നെ നിൽക്കും. ഇത് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്നൊരു ഷെയ്ഡ് ഇങ്ങനെ വരും. ഇങ്ങനെ ദുപ്പട്ട. അപ്പം ഇത്രയും ഷെയ്ഡ്സാണ് ഈ ഒരു ബനാറസി സെറ്റിൻ്റെ നമുക്ക് വന്നേക്കുന്നത്. ഇതിലേതെങ്കിലും ഷെയ്ഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്